എങ്ങനെയാണ് ഇങ്ങനെ കാണുന്ന ഈ ഒരു കട്ടിലിനെ ഒരു 5 സ്റ്റാർ സെറ്റപ്പിലെ ഈ ഒരു കട്ടിലാക്കി വളരെ ചിലവ് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ കാലുണ്ട് എന്ന് ആർക്കും തോന്നരുത്. അതായത് നമ്മൾ ലൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കട്ടിലിങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ മുതൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ശരിക്കും നിങ്ങൾ ഓർക്കും ഇത്രയും വലിയൊരു ഐറ്റം എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു ബോക്സിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കൊന്നും നമുക്ക് ഈ സാധനം പൊക്കി മേളോട്ട് കയറ്റാൻ പറ്റത്തില്ല. നമ്മുടെ സ്റ്റുഡിയോ റൂമിലാണ് ഇടാൻ പോണത്. ഒറ്റയ്ക്കൊന്നും ഈ സാധനം പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു പെട്ടിടാതിരിക്കുന്ന മുതല് തുറന്ന് പുറത്തെടുക്കാൻ നേരം ഇത്രയും ഏരിയ വേണം അത് ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളെ പറഞ്ഞതേ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് അങ്ങ് പൊട്ടിച്ചേക്കാം. നമ്മുടെ ഒരു പെട്ടി അങ്ങോട്ട് വലിച്ച് കീറി നമുക്ക് സാധനം അങ്ങോട്ട് പുറത്തെടുക്കാം. എൻ്റെ മോനെ വിഷയം അന്യായ വെയിറ്റ് ആണ് ഈ സാധനത്തിന്. ഒരു രക്ഷയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ ചെറുതായി കാണരുത്. ഇതൊന്ന് നിവർത്തി വരുമ്പോഴുള്ള ഇതിന്റെ വലിപ്പം ഉണ്ടല്ലോ, എൻ്റെ മോനെ വിഷയം സാധനമായിരിക്കും. ആഹാ, ഇത് വെച്ച് ഇവിടെ തീരുവല്ല. ഇത് ഇടാനായിട്ടൊരു കിടിലൊരു കട്ടില് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒഴുകി നിൽക്കുന്ന കട്ടിലിന്റെ ഒരു രൂപം, അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ശില്പി ഇതേ ഉണ്ട്. സാബോണ്ണ ഒരു ഹായ് കൊടുത്തേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന കമ്പിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മൾ കട്ടിലാണ് സ്ട്രോങ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ 3-1.5, അതായത് 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുടെ ഈ ഒരു സ്ക്വയർ, അതായത് നമ്മുടെ റെക്റ്റാങ്കിൾ പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിന് വേണ്ടി കേട്ടോ. അതായത് ഈ ഒരു ഫ്രെയിം നമ്മൾ കിടത്തിയല്ലേ ഇട്ടിരിക്കുന്നത്, മെയിൻ ഫ്രെയിമിന് വേണ്ടി നമ്മൾ വെർട്ടിക്കലാണെങ്കിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നടുക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പൈപ്പാണിത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, 1.5 ഇഞ്ച് സ്ക്വയർ. അപ്പം നമ്മൾ ഈ മെയിനായിട്ട് ഈ ഒരു കട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കാലുണ്ട് എന്ന് ആർക്കും തോന്നരുത്. അതായത് നമ്മൾ ലൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കട്ടിലിങ്ങനെ പൊങ്ങി നിൽക്കണം അല്ലേ ഫ്ലോറിൽ, അല്ലേ സാവണ? നമ്മൾ ആ ഒരു രീതിയിലൊരു പ്രത്യേക ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതെ, ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം, വെള്ളത്തിൽ കിടക്കുന്ന കണക്ക് ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇവിടം വരെ ഇത്ര ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര സിമ്പിൾ. അതായത് തവണ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐഡിയ വേണം. നമുക്ക് ഓവറായിട്ടുള്ള ഫ്രെയിംസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, നോർമലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കട്ടിലാണ്. അപ്പം ഇവിടം വരെ ആയിട്ടുണ്ട് പണി. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന പോലുള്ള ഒരു അടിപൊളി ബെഡ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ആലപ്പുഴയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഏതാണെങ്കിലും ആ ഒരു സ്ഥലത്തേക്ക് കൊറിയറായിട്ടും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരാൾക്ക് വേണം പൊക്കിക്കൊണ്ട് പോകാൻ കേട്ടോ. അതെ, സിമ്പിളായിട്ട് കണ്ട നമ്മളൊരു ക്യൂൻ സൈസ് ഒരു കട്ടിൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ? അതും നിസാര ചിലവിന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഇനി അവസാനത്തെ മിനുക്ക് പണികളാണ്. അതായത് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് സ്പോട്ട് ചെയ്യുക, അതേപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഇതേ ഈ സെയിം കളർ തന്നെ അടിച്ചെന്നിടുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മുടെ ആ ഒരു ബെഡ് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാല്, അതായത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കാല് കണ്ട, ഈ കാല് കാണത്തില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുക, നേരെ നമ്മുടെ റൂമിൽ കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ 2 ക്ലാമ്പ് കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ 2 പോർഷൻ നമ്മുടെ ഭിത്തിയിലാണ് വരുന്നത്. അതായത് ഭിത്തിയിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഈ സാധനം അനങ്ങത്തില്ല. നമുക്കൊരു ബോട്ട് അടിച്ചിട്ട് വേണം പിന്നെ മാക്സിമം അങ്ങോട്ട് പോകണം. അങ്ങനെ നമ്മുടെ കട്ടിലിൻ്റെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നേരെ ബാക്കോട്ട് നിന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു സ്വിച്ച് ഓണായി കാണിച്ചു തരാം. ആ ഒരു സ്വിച്ച് ഓണാക്കുമ്പോഴാണ് ശരിക്കും ഈ കട്ടിലിൻ്റെ ആ ഒരു മാജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതായത് ഫ്ലോട്ടിങ്, നമുക്ക് ഈ ഒരു കട്ടിൽ ആകാശത്തിൽ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഇതിൻ്റെ കാലോ കാര്യങ്ങളോ ഒന്നും നോക്കി നിങ്ങൾ ജസ്റ്റ് പുറകോട്ടിറങ്ങി നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? 100 ദിവസം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് വലിയ സുഖം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചു കൊടുക്കാം. അത്രയും ഉറപ്പായിട്ടുള്ള ഒരു ബ്രാൻഡാണ് എമ ജർമ്മനി എന്നുള്ളത്. ആ ഒരു എമയുടെ മാട്രസാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ 15 വർഷത്തെ വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു ബെഡിന് അവർ തരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബെഡ് നമ്മുടെ കട്ടിലിലേക്ക് വാങ്ങിയത്. ഒരുപാട് നാളായിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ലൊരു കട്ടിൽ പണിതെടുക്കണമെന്നുള്ള കാര്യം, ഒരു ബെഡും കാര്യങ്ങളൊക്കെ മേടിച്ചിടണമെന്ന്. പക്ഷേ ഏകദേശം ഒരു 40,000 രൂപ എടുത്തൊക്കെയാണ് ഞാൻ പുറത്ത് കടയിൽ തിരക്കിയപ്പോൾ 25,000 രൂപ നമ്മുടെ കട്ടിലിനും ഒരു 15,000 മുതൽ 20,000 രൂപ വരെ നമുക്കൊരു ബെഡിനും ഏകദേശം ഒരു 40-45,000 രൂപ എടുത്ത് ചിലവ് വരുന്നൊരു പരിപാടിയാണ് നമ്മൾ നിസാരം. അങ്ങേയറ്റം ഒരു 15,000 രൂപ താഴെ നമ്മൾ
ചെയ്തെടുത്തിരിക്കുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ എമയുടെ വെബ്സൈറ്റാണ്, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കട്ടിലാണോ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബെഡ് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ 50% ഇപ്പോൾ ഓൾറെഡി ഓഫർ ഉണ്ട്. അതായത് പകുതി വിലയ്ക്കാണ് ഈ ഒരു ബെഡ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് കൂടെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 15% കൂടെ ഡിസ്കൗണ്ട് കിട്ടും. അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ മതി, നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്തുള്ള ഏതെങ്കിലും ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ ബെഡിൻ്റെ അളവ് അല്ലെങ്കിൽ നോർമൽ ടേപ്പ് ഉണ്ടല്ലോ, നമ്മൾ അളക്കുന്ന ടേപ്പ്, അത് വെച്ച് നമ്മുടെ കട്ടിലിന് അളന്നാൽ മതി. 5 അടി, 5.5 അടി, 6 അടി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫീറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കട്ടിലുണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതിലുപരി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചത്. നിസാര പൈസ ആയിട്ടുള്ളൂ, നിസാര പൈസ, അത്രയ്ക്ക് നിസാര പൈസ ആയിരുന്നു. കാരണം നമ്മൾ പുറത്ത് തിരക്കിയിട്ട് 10-40,000 രൂപ പറഞ്ഞ സ്ഥാനത്ത് നമ്മളൊരു നിസാര പൈസയ്ക്ക് നമ്മൾ ഈ ഒരു സാധനം ചെയ്തെടുക്കാൻ നേരം നമുക്ക് ആ ഒരു ഐഡിയ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണമല്ലോ. അതേപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് നമ്മുടെ തടിക്കട്ടിൽ പോലെ തന്നെ നമ്മുടെ ഊറാൻ കുത്തുകയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സംഭവത്തിന് ഉണ്ടാകത്തില്ല, ലൈഫ് ലോങ് കിടക്കും. എന്ന് നമ്മൾ ഇപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മാത്രമേ സാധനം തുരുമ്പടിച്ച് പോകത്തുള്ളൂ, അല്ലെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും അടിച്ചു ഒന്നും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. അതായത് ഈ ഒരു ഐഡിയ എല്ലാവരിലേക്കും എത്തിക്കുക. കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ലൊരു അടിപൊളി കട്ടിലും ബെഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.